ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ജനറൽ നഴ്സിംഗ് GNM 2025 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന് മുതൽ 20-ാം തീയതി വരെയാണ് അപേക്ഷിക്കാൻ സമയം ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് അക്ഷയ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. +2 കഴിഞ്ഞ ഏതൊരു സ്റ്റുഡൻസിനോ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. നമ്മുടെ LBS വഴിയാണ് ഇതിൻ്റെ അപേക്ഷ നടക്കുന്നത്. ഇതിന് മുമ്പ് നിങ്ങൾ BSc നിങ്ങൾ LBS രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചാൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്കിതിന് പുതിയ അപേക്ഷയായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രോസ്പെക്റ്റസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പ്രോസ്പെക്റ്റസ് ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങളതും കറക്റ്റ് വായിച്ച് നോക്കുക. കാരണം ഓരോരോ വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രത്യേക സീറ്റ് സംവരണമൊക്കെ ഇതിൽ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കത് നന്നായി നിങ്ങളൊന്ന് വായിച്ച് നോക്കാം. ഇവിടെ പ്രായപരിധി പറയുന്നുണ്ട്. ഇവർ 2025 ഡിസംബർ 31 അപേക്ഷകർ കുറഞ്ഞ 17 വയസ്സെങ്കിലും പൂർത്തിയായിരിക്കണമെന്നാണ് പറയുന്നത്. ഉയർന്ന പ്രായപരിധി ഇല്ല എന്ന് ഇവർ പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകൾ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൊത്തം DHSൻ്റെ അണ്ടറിൽ മൊത്തം വരുന്നത് 15 നഴ്സിംഗ് സ്കൂളുകളാണ് വരുന്നത്. ഇതിൽ 485 ടോട്ടൽ സീറ്റുകളാണുള്ളത്. ഇതിൽ പറയുന്നത് GNM കോഴ്സ് എന്ന് പറയുന്നത് 3 വർഷത്തെ കോഴ്സാണ്. അതിൻ്റെ ഒപ്പം തന്നെ 6 മാസം ഇൻറ്റേൺഷിപ്പ് വരുന്നുണ്ട്. ANM കോഴ്സാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് 2 വർഷത്തെ കോഴ്സാണ്. ഇവിടെ ടോക്കൺ ഫീയുടെ കാര്യം ഇവർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ റിവിഷൻ റദ്ദാക്കുന്നവർക്ക് അവസാന തീയതിക്ക് മുമ്പ് റദ്ദാക്കിയാൽ ടോക്കൺ ഫീ തിരിച്ച് കിട്ടുന്നവർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ടോക്കൺ ഫീയുടെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ അപേക്ഷ ഫീ ആണ് ഇവിടെ പറയുന്നത്. DHS കീഴിലുള്ള കോളേജിൽ ജനറൽ നഴ്സിങ്ങിന് അപേക്ഷിക്കുന്നവർക്ക് 400 രൂപയും ജനറൽ നഴ്സിങ്ങിനും ആൻഡ് ANMന് അപേക്ഷിക്കുന്ന 600 രൂപയും ANMന് മാത്രമാണെങ്കിൽ 300 രൂപയാണ് വരുന്നത്. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ DMA ആൻഡ് DHS കോളേജിൽ GNMന് മാത്രം വരുന്നത് 200 രൂപയും GNM ആൻഡ് ANM ആണെങ്കിൽ 300 രൂപയും ANM മാത്രം അപേക്ഷിക്കുന്നവരാണെങ്കിൽ 150 രൂപയാണ് ഫീ വരുന്നത്. വീഡിയോ വളരെ ലോങ് ആവും വിചാരിച്ചാണ് ഞാൻ നോക്കി പോകുന്നത്. നിങ്ങളിതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. അലോട്ട്മെൻറ്റ് പ്രക്രിയകൾ എങ്ങനെയാണെന്ന് നിങ്ങളൊന്നിവിടെ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. LBS സെൻ്റർ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയുള്ളൂ. ടോക്കൺ ഫീ നിങ്ങൾ ശ്രദ്ധിക്കുക. SC, ST, OEC മറ്റു ഇളവുള്ള വിഭാഗങ്ങൾക്കൊക്കെ ടോക്കൺ ഫീ വരുന്നത് 100 രൂപയാണ്. മറ്റ് അപേക്ഷാർത്ഥികൾ എന്ന് ജനറൽ ഉണ്ടായിരുന്ന നായർ വിഭാഗത്തിലൊക്കെ പെട്ടവർ അവർക്ക് 500 രൂപയാണ് വരിക കേട്ടോ. ടോക്കൺ ഫീ ആയിട്ട് വരാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ജനറൽ നഴ്സിംഗ് ആൻഡ് ANMൻ്റെ പ്രോസ്പെക്റ്റിൽ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഇനി GNM ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.